ഹലോ ഗൈസ്. ഹലോ. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നാളെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരാണുള്ളത്. കുഞ്ഞാറ്റയുടെ വീട്ടിലാണുള്ളത്. കുഞ്ഞാറ്റ ഹായ് പറ. ഹായ്. അപ്പോൾ കുഞ്ഞാൻ്റെ എങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. ജർമ്മനിയിൽ റോസ്റ്റോക്ക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഫർദർ കാഴ്ചകളൊക്കെ കാണാം. എനിക്ക് രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ ഫ്ലാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ ടു അബുദാബി, അബുദാബി ടു ഫ്രാങ്ക്ഫർട്ട്, എത്തിഹാഡായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പം രാവിലെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഗ്രാൻഡ് പാരൻസും സിബ്ലിങ്സും എല്ലാവരും ഉണ്ടായിരുന്നു യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തി. 7 മണിക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്തു. വീണ്ടും എന്താ പറയുക, അവിടെ ഒരു യാത്ര പറച്ചിൽ. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഇതിനു മുന്നേ ഹൈദരാബാദ് അങ്ങനെ ചെറിയ ഫ്ലൈറ്റ്സൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. പാരൻസിൻ്റെ കൂടെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി പിന്നെ അതിനൊക്കെ ഉപരിയാണല്ലോ എല്ലാവരെയും വിട്ട് പിരിയുന്ന ഒരു സങ്കടം. എന്താ, പ്രവാസ ജീവിതമാണല്ലോ. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയി കയറി കഴിഞ്ഞ് ഞാൻ നേരത്തെ തന്നെയാണ് അവിടെ എത്തിയത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ അബുദാബി വരെയുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ചും ഒരു മിക്സ്ഡ് ജ്യൂസും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ അബുദാബിയിൽ 2 മണിക്കൂർ ലേ ഓവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ചെയ്തത്. പിന്നെ ആ ഫ്ലൈറ്റിൽ ഫുഡ് ചോയ്സസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്തത് ചിക്കൻ റൈസും അതുപോലെ ഫാൻറ്റയും ആണ്. പിന്നെ ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉപ്പുമാവ് പോലത്തെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ദ ഡെസേർട്ട് വാസ് ഓസം. അങ്ങനെ ആ ഫ്ലൈറ്റ് കുറേ എന്താ പറയുക, നമുക്ക് കുറേ ഓപ്ഷൻസും ഒക്കെ ഉള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അത് ആദ്യത്തെ ഫ്ലൈറ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു രണ്ടാമത്തെ ഫ്ലൈറ്റ്. അങ്ങനെ ഇതാ ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ജർമ്മൻ വിശേഷങ്ങൾ ഒക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.